അങ്ങനെ എത്തിയ 5 പേർ ആണ്. അതിൽ 3 കുട്ടികൾ ആണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 2 സ്ത്രീകളും ആണ് ഉണ്ടായിരുന്നത്. ലൂർദ് ആശുപത്രിക്ക് സമീപം ഗ്രീൻ ഗാർഡനിൽ ആണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത് എന്നതാണ്. തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശികൾ ആണ് ഇവർ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 2 മാസം മുമ്പാണ് ഇവർ ഈ കൊച്ചിയിലേക്ക് സ്വകാര്യ ആശുപത്രിയിൽ ആണ് ചികിത്സയ്ക്കായി എത്തിയത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇങ്ങനെ വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ താമസിച്ചത് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ പ്രാഥമികമായി പുറത്തു വരുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ പോലീസിന് കൂടുതൽ വ്യക്തത കൈവരുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഈ മരണപ്പെട്ട 2 സ്ത്രീകളിൽ ഒരാളുടെ ഭർത്താവ് നേരത്തെ തന്നെ ആത്മഹത്യ ചെയ്തിരുന്നു എന്നുള്ളതും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സാമ്പത്തികമായ പ്രതിസന്ധിയോ മറ്റോ ആണോ ഇതിന് പിന്നിൽ എന്നതിലും വ്യക്തത ഇല്ല എന്ന് തന്നെയാണെങ്കിലും വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അശ്വതി നായർ, ശ്രീകുമാരി എന്നിവർ ആണ് മരണപ്പെട്ട സ്ത്രീകൾ. ഇവരെ തൂങ്ങി മരിച്ച നിലയിലാണ് കാണാൻ സാധിച്ചത്. അതായത് ശ്രീകുമാരിയുടെ മകൾ ആണ് അശ്വതി നായർ എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ശ്രീകുമാരിയുടെ മകളായിട്ടുള്ള അശ്വതി നായരും അശ്വതി നായരുടെ 3 മക്കളും ആണ് മരണപ്പെട്ടിട്ടുള്ളത്. ഈ മക്കളെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തി എന്നാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത്. ഡാനി കൂടി ചേരുന്നുണ്ട്. ഡാനി, നേരത്തെ തന്നെ ഡാനി സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് ഇങ്ങനെയൊക്കെ വരുന്ന ആളുകളെക്കുറിച്ച് സ്വാഭാവികമായും ഈ പ്രദേശത്തുള്ളവർക്കൊന്നും വലിയ ധാരണ ഉണ്ടാകണമെന്നില്ല. എങ്കിലും ഇതെങ്ങനെയാണ് ഈ പുറത്തറിഞ്ഞത്, ഇവർ മരണപ്പെട്ടു എന്ന വിവരം പുറത്തറിഞ്ഞത്? അത്തരം കാര്യങ്ങൾ അറിയാമോ? ഈ മൃതദേഹത്തിന് കൂടുതൽ കാലപ്പഴക്കമുണ്ടോ എന്നതിലൊക്കെ വ്യക്തത കൈവരുന്നുണ്ടോ? കൗൺസിലർ കൂടി ചേരുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം സംസാരിക്കും. കൗൺസിലർ ആൽബർട്ട് അമ്പലത്തെങ്കിൽ നമുക്കൊപ്പം ചേരുകയാണ്. ആൽബർട്ട്, ഇത് എന്താണ് കൂടുതൽ അറിയാവുന്നത്? ഒരു 2 മാസമായിട്ട് അശ്വതി എസ് നായർ എന്ന് പറഞ്ഞ ലേഡിയും എൻ്റെ അമ്മയും 3 കുഞ്ഞുങ്ങളും കൂടിയാണ് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയത്. ട്രീറ്റ്മെന്റ് ഭാഗത്താണ് വന്ന് താമസിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചത്. ഇപ്പം നിലവിൽ 2 പേര് തൂങ്ങിയ നിലയിലും അശ്വതി എസ് നായരും എൻ്റെ അമ്മയും തൂങ്ങിയ നിലയിലും 3 കുഞ്ഞുങ്ങൾ കട്ടിലും മരിച്ചെടുക്കാനായിട്ട് കാണാൻ സാധിച്ചത്. ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയത് പോലീസുകാർ അത് പരിശോധിച്ചോളൂ. ചികിത്സ ആസ്റ്ററിലാണെന്ന് അറിയാൻ സാധിച്ചത്. ഒരു 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും മരണപ്പെട്ടത് വ്യക്തമായിട്ടില്ല. ഏത് കുട്ടിക്കാണ് ചികിത്സ എന്നറിയില്ല. കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. ഇന്നിപ്പോ ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ജനറൽ ആശുപത്രിയിലാണോ? ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. കൗൺസിലർ ആൽബർട്ട് അമ്പലത്തെങ്കിലാണ് നമ്മൾ സംസാരിച്ചത്. ആൽബർട്ട് പറഞ്ഞ വിവരങ്ങൾ തന്നെയാണ് പരമാവധി ഈ പ്രദേശത്തുള്ള പരിസരത്തുള്ള എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. കാരണം കൂടുതൽ വിവരങ്ങൾ ആർക്കും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്